ഓം മുരുകായ നമഃ. ഇന്ന് നമുക്ക് ദേവസേനയെക്കുറിച്ച് കേട്ടാലോ. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ മകളാണ് ദേവസേന. ഇന്ദ്രൻ ദേവസേനയെ ദേവന്മാരുടെ സൈന്യാധിപനായ സുബ്രഹ്മണ്യനുമായി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ദേവസേനയും മുരുകനും വിവാഹം കഴിച്ച സ്ഥലം എന്ന് വിശ്വസിക്കുന്നത് തിരുപ്പറക്കുണ്ട്രം മുരുകൻ ക്ഷേത്രത്തിലാണ്. ദേവസേന എന്ന സംസ്കൃത നാമത്തിൻ്റെ അർത്ഥം ദേവന്മാരുടെ സൈന്യം എന്നാണ്. ഇന്ദ്രൻ്റെ ദിവ്യ ആനയായ ഐരാവതം വളർത്തിയതിനാൽ ദേവയാനി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നു. ദേവസേനയും ദൈത്യസേനയും സഹോദരിമാരാണ്. ഒരിക്കൽ അവർ മാനസ തടാകത്തിൽ തീരത്ത് സല്ലപിക്കുമ്പോൾ അസുരനായ കേശി അവരെ വിവാഹം ചെയ്യാനായി തട്ടിക്കൊണ്ടുപോയി. ദേവസേന വിവാഹത്തിന് വിസമ്മതിച്ചപ്പോൾ ദൈത്യസേന അസുരനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. അതിനെ തുടർന്ന് യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തി. ഒരു ഉത്തമ ദേവസേനാപതിയെ തിരയുന്ന ഇന്ദ്രൻ ദേവസേനയെ ബന്ദിയാക്കിയ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇന്ദ്രൻ അസുരനെ പരാജയപ്പെടുത്തി ദേവസേനയെ രക്ഷപ്പെടുത്തി. തന്നെ സംരക്ഷിക്കുവാനും ദേവന്മാരെയും അസുരന്മാരെയും യക്ഷന്മാരെയും തോൽപ്പിക്കാനും കഴിയുന്ന ഒരു ഭർത്താവിനെ കണ്ടെത്താൻ ദേവസേന ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ ഇതിനെപ്പറ്റി ബ്രഹ്മാവുമായി ചർച്ച ചെയ്തു. യോഗാഗ്നിയാൽ ജനിക്കുന്നവൻ ദേവസേനാപതിയാകാൻ അനുയോജ്യനാണെന്ന് ബ്രഹ്മദേവൻ അരുൾ ചെയ്തു. പരമശിവന്റെ 5 മുഖങ്ങളിലെ തൃക്കണ്ണുകളിൽ നിന്നും പാർവതീദേവിയുടെ യോഗാഗ്നിയിൽ നിന്നും തീഗോളങ്ങളാൽ രൂപപ്പെട്ടതാണ് മകനായ കാർത്തികേയൻ. കാർത്തികേയനെ ദേവന്മാരുടെ സൈന്യാധിപനാക്കുകയും കാർത്തികേയൻ്റെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ദേവസേനയെ കാർത്തികേയൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.